ഗ്രീൻ വാലി ഫാം മുതലക്കുടം കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിൻ്റെ കാർഷിക വാർത്തകൾ. ഗ്രീൻ വാലി ഫാം മുതലക്കുടം തരിശായി കിടക്കുന്ന 3 ഏക്കർ സ്ഥലം വൈവിധ്യമാർന്ന കൃഷി രീതികൾ കൊണ്ട് ഇന്ന് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നു. കാർഷിക മേഖലയിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തൂവലിൽ നിന്നും തൂമ്പയിലേക്കെന്ന വിദ്യാസമ്പന്നരായ അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ KSS മുതലക്കുടം യൂണിറ്റ് ശാഖയുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗത്തെക്കുറിച്ചും ഇടുക്കി MP അഡ്വക്കേറ്റ് DN കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ വിശദീകരണ യോഗം ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ മുതലക്കുടം ഈ പള്ളിയിൽ പുതിയ ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രോണിന്റെ ഉപയോഗം കാർഷിക മേഖലയിലേക്ക് വരിക. 1750-ലുണ്ടായ കാർഷിക വിപ്ലവം യന്ത്രങ്ങള് കൃഷി മേഖലയ്ക്ക് വന്നതോടുകൂടിയാണ്. വിതയ്ക്കാനും കൊയ്യാനും യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി കാർഷിക മേഖലയിലെ ലാഭത്തിന്റെ അളവ് വൻതോതിൽ വർദ്ധിക്കുകയുണ്ടായി. ഉൽപാദനക്ഷമത വർദ്ധിച്ചു, വിളവ് കുറഞ്ഞ ചെലവിൽ ശേഖരിക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോ ഡ്രോണിന്റെ ഉപയോഗം കാർഷിക മേഖല കൊണ്ടുവന്നതോടുകൂടി അങ്ങനെ വിപ്ലവകരമായ ഒരു കുതിപ്പ് കാർഷിക മേഖല ഉണ്ടാകാൻ പോവുകയാണ്. അത് നമ്മുടെ ഈ പരിസരത്ത് ആദ്യമായിട്ട് നടക്കുന്നത് മുതലക്കുടത്താണ് എന്നത് മുതലക്കുടം നിവാസികൾക്ക് ഏറെ ആനന്ദകരമായ കാര്യമാണ്. കാരണം ഇവിടെ ഈ പള്ളിയുടേതായ 3 ഏക്കർ സ്ഥലത്ത് ഈ ഡ്രോൺ ഉപയോഗിച്ച് വളം ചെയ്യുകയും കീടനാശിനികൾ തളിച്ച് കീടങ്ങളുടെ ആക്രമണത്തിൽ രക്ഷിക്കുകയും ചെയ്യാനുള്ള ഒരു നടപടി ഭാഗമായിട്ടാണ് ഡ്രോണിന്റെ ഉപയോഗം നടക്കുക. അത് പിന്നീട് ഓർഗാനിക് ഫാമിനൊക്കെ സഹായിക്കത്തക്ക വിധത്തില് ഓർഗാനിക് പെസ്റ്റിസൈഡ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ കൃഷി കൂടുതൽ ഓർഗാനിക് ദിശയിലേക്ക് പോകത്തക്ക വിധത്തില് വികസിപ്പിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ ഒത്തിരി സാധ്യതകളുള്ള ഒരു തുടക്കമാണ് ഈ ഡ്രോണിന്റെ ഉപയോഗം കാർഷിക മേഖല വരുന്നതോടെ സംഭവിക്കുക. നമ്മൾ മാജിക് മൈന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണ്. ഇതിന്റെ മെയിൻ ഇത് പറഞ്ഞാൽ ഇതെല്ലാം കാർബൺ ഫൈബർ ആണ്. എല്ലാം കാർബൺ ഫൈബേഴ്സും ഇത് അലുമിനിയമാണ്. എല്ലാം കാർബൺ ഫൈബർ പറഞ്ഞാൽ അത് സ്ട്രോങ് ഇല്ലോണ്ടാണ് ഇതാക്കുന്നത്, വെയിറ്റ്ലെസ്സും സ്ട്രോങ്ങും. അതുകൊണ്ടാണ് ഇപ്പൊ 10 ലിറ്റേഴ്സ് ടാങ്ക് ആണ്. 10 ലിറ്റേഴ്സ് ടാങ്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 to 21 മിനിറ്റ്സിൽ 4 ഏക്കർ കവർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻസ്. പിന്നെ മെയിൻ ഇതിന്റെ പറഞ്ഞാൽ സേഫ്റ്റി ഫീച്ചേഴ്സ് പറഞ്ഞാൽ നോർമലായിട്ട് ഇപ്പൊ ഫാമേഴ്സ് അടുത്തുനിന്ന് അടിക്കുമ്പോൾ ഫാമേഴ്സിന്റെ മൂക്കിനും കാര്യങ്ങളെല്ലാം എഫക്റ്റ് ആവും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ മേത്ത് നമുക്കൊന്നും എഫക്റ്റ് ഉണ്ടാവില്ല, എല്ലാം ക്ലിയർ ആയിട്ട് ഉണ്ടാവും. അത് പിന്നെ എന്ന് വെച്ചാല് ഇത് നമ്മൾ ഇപ്പൊ ആക്ച്വലി CSIR NELന്റെ നാഷണൽ എയ്റോസ്പേസ് ലാബറട്ടറിന്ന് അവരായിട്ട് നമ്മൾ ടൈപ്പ് ആയതാണ്. അപ്പം കാരണം തന്നെ എല്ലാം നമ്മൾ ഇന്ത്യയിൽ തന്നെ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് 70% ഇന്ത്യയിലാണ്. ചൈനയിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ട, കാരണം ചൈന മാർക്കറ്റ് ഡൗൺ ആയാലും നമുക്ക് നമ്മുടെ പാർട്സ് ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, ഇപ്പൊ നമ്മുടെ ടീംസിനുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഇപ്പൊ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ലോ ആയാൽ ആ രീതിയിൽ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എവിടുന്നാ ഫ്ലൈ ചെയ്ത് അവിടുന്ന് റിട്ടേൺ വരും. പിന്നെ ഇത് സേഫ്റ്റി സ്വിച്ച്, ഈ സ്വിച്ച് ഓഫ് ചെയ്താൽ ഇതൊന്നും നമുക്ക് ആ രീതിയിൽ ഇത് പ്രോപ്പർ ഒന്നും തിരിയില്ല. അങ്ങനെ പല സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒബ്സ്റ്റക്കിൾ റഡാർ പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. കാരണം നടുക്കുന്ന മരം വന്നാൽ അത് ഡിറ്റക്ട് ചെയ്ത് സ്റ്റോപ്പ് ആവും, കാരണം മെഷീന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പല സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഡെമോ സ്റ്റാർട്ട് പണതാണ്. പ്രൈസ് പറഞ്ഞാല് ഇത് 5.5 lakhs ആണ് ഇത് അതിന്റെ പ്രൈസ്, അതിന്റെ ബേസിക് പ്രൈസ്. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ അങ്ങനെ വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് റീച്ച് ആയിട്ട് നമ്മൾ ബെസ്റ്റ് പ്രൈസിൽ തരാം. സബ്സിഡി ഉണ്ട്. സബ്സിഡി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കിട്ടും. അതിന് നമ്മൾ സബ്സിഡി അപ്ലൈഡ് ആണ്. നമ്മളെ കമ്പനി സബ്സിഡി അപ്ലൈഡ് ആണ്. ബാക്കി ഗവൺമെന്റിന്റെ സപ്പോർട്ടാണ്. സാമിന്റെ കൂടെയാണ്. നമ്മളെ ഇത് സബ്സിഡിയിലാണ് ഇത്. അപ്പൊ കിട്ടും ആനുകൂല്യം കിട്ടും. അത് സബ്സിഡി ഉണ്ട്. പെസ്റ്റിസൈഡ്സ്, ലിക്വിഡിന്റെ സ്പ്രേനെ എല്ലാം വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ അഡ്വാൻസ് ഫീച്ചേഴ്സും നമ്മൾ ഇതാക്കുന്നുണ്ട്, ആയിക്കൊണ്ടുണ്ട്. കാരണം നമ്മൾ ഇത് സീഡ് ഡ്രോപ്പിംഗ് കാര്യങ്ങളെല്ലാം ആയിക്കൊണ്ടുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് ഇത് 10 ലിറ്റേഴ്സ് ടാങ്ക് കപ്പാസിറ്റി ആണ് ഇതിന്റെ മെയിൻ. ലിക്വിഡായിട്ട് എന്തും ചെയ്യാൻ പറ്റും, സ്പ്രേ കാര്യങ്ങളെല്ലാം. പിന്നെ ഈ നോസിൽസ് എല്ലാം ഇല്ലേ, നമുക്ക് നോസിൽസ് ഓരോ കൃഷിന്റെ ഇതിൽ അടിസ്ഥാനത്തിൽ നമുക്ക് നോസിൽസ് മാറ്റാൻ പറ്റും.
പല പല നോസിൽസും കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റും. അതിന്റെ സ്പ്രിങ്കിൾ ഇത് പറഞ്ഞാൽ ഇത് നോർമൽ ബേസിക് നോസിൽസ് ആണ്. വേറെ നമ്മളടുത്ത് അഡ്വാൻസ് നോസിൽസും ഉണ്ട്. അതും നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യിപ്പിക്കാം. അത് ഫ്യൂച്ചർ അത് ഉണ്ട് നമ്മളത് ഒരു 6 months അതും വരും. സീ ഡ്രോപ്പിംഗ് ടൈപ്പ് അതിന്റെയും ആയിക്കോണ്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട MP അച്ഛന്മാർ പങ്കെടുത്ത ഉദ്ഘാടന യോഗം 2ാം എപ്പിസോഡ് നാട്ടുരാജ്യം യൂട്യൂബ് ന്യൂസിൽ.